കഴിഞ്ഞ 10 ദിവസമായി കുടിക്കാനോ കുളിക്കാനോ വെള്ളമില്ലാതെ വലയുകയാണ് മെട്രോ നഗരമായ കൊച്ചി നഗരവാസികൾ. പാലാരിവട്ടം, കലൂർ, തമ്മനം, പൂണിത്തുറ, വൈറ്റില തുടങ്ങി പ്രധാന മേഖലകളിലെല്ലാം ഈ പ്രതിസന്ധിയുണ്ട്. ആലുവ ജലശുദ്ധീകരണ പ്ലാന്റിലെ അറ്റകുറ്റപ്പണിയും തമ്മനം കളമശ്ശേരി ഭാഗത്ത് പൈപ്പ് ലൈനിലുണ്ടായ പ്രശ്നങ്ങളുമാണ് കുടിവെള്ളം മുട്ടിച്ചത്. പ്രദേശവാസികൾ കടവന്ത്രയിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. പ്രശ്നങ്ങൾ നാളെയോടെ പരിഹരിക്കുമെന്നാണ് അധികൃതരുടെ ഉറപ്പ്. കുടിവെള്ളമില്ലാതെ ദാഹിച്ചു വലയുകയാണ് കൊച്ചി നഗരം. 1-2 ദിവസം മാത്രമല്ല, മാസങ്ങളായും പലയിടങ്ങളിൽ 12ഓളം ദിവസമായും ദാഹിച്ചു വലയുകയാണ് കൊച്ചിയിലെ ജനം. വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്രേ. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കൊച്ചി നഗരത്തിന്റെ അവസ്ഥയാണിത്. കുടിക്കാനോ കുളിക്കാനോ എന്നിങ്ങനെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും വെള്ളം ലഭിക്കാത്ത മനുഷ്യന്റെ നിസ്സഹായതയാണ് കൊച്ചിയിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു നാണക്കേടിന്റെ മുമ്പിൽ നിൽക്കണം. ഒരു മെട്രോ സിറ്റിയിൽ ഇത്രയും 44 വലിയ നദിയുള്ള കേരളത്തിന്റെ ഒരു സിറ്റുവേഷനാണ്. മെട്രോപൊളിറ്റൻ നഗരമായ കൊച്ചിയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പാലാരിവട്ടം, കടവന്ത്ര, കലൂർ, തമ്മനം, വൈറ്റില, തൈക്കൂടം, പൂണിത്തുറ എന്നിവിടങ്ങളിൽ 10 ദിവസത്തിലധികമായി കുടിവെള്ളം ലഭിക്കുന്നില്ല. 10 ദിവസമായി വെള്ളമില്ല. ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയാൽ കുളിക്കണ തമ്മനം, ചക്കരപ്പറമ്പ്, പിന്നെ കാക്കനാട്, അവിടെയൊക്കെ പോയാൽ വൈകിട്ട് കുളിച്ചിട്ട് പിന്നെ വെള്ളവും കൊണ്ടും വരും. അവിടെ നിന്ന് ആ വെള്ളം 2 ദിവസത്തേക്ക് 1 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അതപ്പം തന്നെ തീരെ ചെയ്യും. ഭക്ഷണമൊക്കെ പാചകം ചെയ്യാൻ മേടിക്കും, കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കും. രോഗികളും പ്രായമായവരുമൊക്കെ ഒരിറ്റു വെള്ളം ലഭിക്കാതെ പെടാപ്പാടുപെടുകയാണ്. പൈപ്പിൽ വെള്ളമില്ലായിട്ട് ഉച്ചക്കും അത്താഴം ഒന്നും കഴിക്കാതെ കയറി കിടന്നു. ഷുഗറുള്ള ഞാനാണ്. മൂത്രമൊഴിക്കാൻ വെള്ളം വേണ്ട, വെള്ളമില്ല. അറ്റകുറ്റപ്പണിയുടെ പേരിലാണ് കുടിവെള്ളം കഴിഞ്ഞ ദിവസങ്ങളിൽ മുടങ്ങിയതെങ്കിലും പലയിടങ്ങളിലും നേരത്തെ മുതലേ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമാണ്. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒന്നാമത് കിടപ്പ് രോഗികൾ ഒരുപാടുണ്ട്. അവരെ തുടക്കാനും പിടിക്കാനുണ്ടെങ്കിൽ വെള്ളം വേണം. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വെള്ളം വേണം. ഭക്ഷണം കഴിക്കാൻ വെള്ളം വേണം. മരുന്നുകൾക്ക് വെള്ളം വേണം. ഈ ജീവജലമാണ് വെള്ളം. ഏറെ നേരം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടലിൽ നാളെ മുതൽ ജലവിതരണം നടത്താമെന്ന ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകി. ഇത് സമയബന്ധിതമായി ഈ പറഞ്ഞ രീതിയിൽ ഇത് പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ കൂടുതൽ രൂക്ഷമായ സമരപരിപാടികളുമായി റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ കൗൺസിൽ റാക്കോ മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുടിവെള്ളം ലഭ്യമാക്കാൻ സമാന്തര സംവിധാനമെങ്കിലും ഉറപ്പാക്കിയില്ലെങ്കിൽ ഇനിയും പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുടിവെള്ള വിതരണം നാളെ മുതൽ ലഭ്യമാക്കാമെന്ന ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിനെ തുടർന്നാണ് ജനങ്ങൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഉറപ്പ് പൂർണ്ണമായും പാലിക്കപ്പെട്ടില്ലെങ്കിൽ കുടിനീരിനായി സമരത്തിലിറങ്ങുന്ന ജനതയാവും മെട്രോ സിറ്റിയിൽ കാഴ്ചയാവുക. സജിലിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. വെള്ളത്തിന്റെ പ്രശ്നമാണ് അതുണ്ടാക്കുന്ന പ്രതിസന്ധി എത്രത്തോളം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായി വിശദീകരിക്കേണ്ടതില്ല. രോഗികളും വയോധികരും അടക്കമുള്ളവർ കുടിവെള്ളമില്ലാതെ വലിയ ദുരിതത്തിലാണ്. നാളെയോടുകൂടി പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നാണ് അധികൃതരുടെ ഉറപ്പ്. അത് പാലിക്കാൻ അവർക്ക് കഴിയട്ടെ, അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. അയ്യോ, വെള്ളമില്ലാതെ ഭയങ്കര കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു സ്ഥലത്തുനിന്ന് ഇത്തിരി വെള്ളം കിട്ടാൻ യാതൊരു ഓർത്തില്ല. പോയി ചുവന്നോരം പാടുള്ളവരാണ് വേണ്ടല്ലോ, പാടുമില്ല. ഒന്നാമത്തെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. പിള്ളേരെ വിടണതും നമുക്കും ജോലിക്ക് പോകണ്ടേ, ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് 6-7 മാസം ആയി വെള്ളം, കുടിവെള്ളം ഒട്ടും കിട്ടാനില്ല. ഏതാണ്ട് 12 ദിവസമായി സ്ഥിരമായിട്ട്. എവിടെ ഇപ്പൊ ആലുവയില് എവിടെയെങ്കിലും ഒരു റിപ്പയർ വന്നാല് നമുക്ക് അതിന് ശേഷം എന്തായാലും ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കിട്ടിത്തുടങ്ങുള്ളൂ. കുട്ടികളെ സ്കൂളിൽ വിടണം, ബാക്കി പാചകം, ബാക്കി നമുക്ക് കുളിക്കണം, അലക്കണം, അതിനൊന്നും ഞങ്ങൾക്ക് പറ്റാറില്ല. ഞങ്ങൾ അപ്പുറത്ത് മരടിൽ നിന്ന് പോയാണ് കുടിവെള്ളം കഴിഞ്ഞ ദിവസം വരെ കൊണ്ടുവന്നിട്ടിരുന്നത്. ഒട്ടും വെള്ളം കിട്ടാണ്ടായിട്ട് ഒരു 5-6 മാസമായിട്ടുണ്ട്. ഇപ്പം ഈ ഒരാഴ്ചയായിട്ട് ഒന്നും കുളിക്കാനും കിട്ടണില്ല. കുളിച്ചിട്ട് 5-6 ദിവസമായി. കൗൺസിലർ എന്ന് പറഞ്ഞു വെള്ളമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനെന്ന് ചോദിച്ചു. പിന്നെ എല്ലാവരും അങ്ങനെ കൈ ഒഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ ഒരു
ഒരു സാഹചര്യം അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പല പ്രാവശ്യം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഇത് വെള്ളം വരുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.